ഇതിലെ ഏറ്റവും വലിയൊരു മിഥ്യാധാരണയാണ് പണം. ഒരുപാട് പണമുണ്ടെങ്കിൽ, എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ദാമ്പത്യജീവിതം താനേ സന്തോഷം നിറഞ്ഞതാകുമെന്ന് നമ്മളിൽ പലരും വിശ്വസിക്കുന്നു. എന്നാൽ ഈ ഗ്രന്ഥം ഓർമ്മിപ്പിക്കുന്നത് സ്നേഹത്തിന്റെ സ്ഥാനത്ത് പണത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ് എന്നാണ്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ, എത്ര സത്യമാണീ വാക്കുകൾ. പണത്തിന് പിന്നാലെ ഓടി സ്വന്തം പങ്കാളിയുടെ കണ്ണുകളിലേക്ക് നോക്കി സ്നേഹത്തോടെ സംസാരിക്കാൻ നമ്മൾ മറന്നുപോകുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനോ സമയം കിട്ടാതെയാവുന്നു. അവസാനം അത് ബന്ധങ്ങളിൽ വലിയൊരു ശൂന്യതയുണ്ടാക്കുകയും സ്നേഹം കൊണ്ട് നിറയേണ്ട ദാമ്പത്യത്തെ പതിയെ വിഷമയമാക്കുകയും ചെയ്യുന്നു. പണം പോലെ തന്നെ നമ്മളെ വഴിതെറ്റിക്കുന്ന മറ്റു രണ്ട് മിഥ്യാധാരണകളാണ് ഉയർന്ന വിദ്യാഭ്യാസവും ശാരീരിക സൗന്ദര്യവും. ഇവ രണ്ടും നല്ല ദാമ്പത്യത്തിന് ആവശ്യമാണെന്ന് പലരും കരുതുന്നു. പക്ഷേ അവ മാത്രം മതിയാവില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതിതാണ്, വൈകാരികമായ പക്വതയും മൂല്യങ്ങളുമില്ലാത്ത വിദ്യാഭ്യാസം പലപ്പോഴും അഹങ്കാരത്തിനും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വഴിവെക്കും. അതുപോലെ ആത്മാവിൽ സ്നേഹമില്ലാത്ത സൗന്ദര്യത്തിന് മാത്രം ഒരു ബന്ധത്തെ നിലനിർത്താൻ കഴിയില്ല. കാരണം പുറമേയുള്ള സൗന്ദര്യം കാലം കഴിയുന്തോറും മാഞ്ഞുപോയേക്കാം. എന്നാൽ ഉള്ളിലെ സ്നേഹമാണ് ഒരു ബന്ധത്തെ എക്കാലവും ഒരുമിച്ചു നിർത്തുന്നത്.